ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലിലെ സ്ലൈസർ എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ചിട്ടാണ്. സ്ലൈസർ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ കൊടുത്ത ഡീറ്റെയിലിന് റീജിയൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റീജിയൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഡാറ്റ മാത്രം നമുക്ക് സോർട്ട് ചെയ്ത് കാണിച്ചു തരും. ഏകദേശം നമ്മൾ ഇൻസേർട്ടില് PVO ടേബിൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് വരുന്നത് സ്ലൈസർ ടൂളും. അപ്പൊ നമുക്ക് സ്ലൈസർ ടൂൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യാം. ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ടിൽ വന്ന് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ടേബിൾ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഓക്കെ, ഇവിടെ മൈ ടേബിൾ ഹാസ് ഹെഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ടിക്ക് കൊടുത്തതിന് ശേഷം ഇതിൽ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡാറ്റ ടേബിളിന്റെ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസേർട്ട് ടൂളിൽ വന്നിട്ട് ഈ ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം സ്ലൈസർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്ലൈസർ ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതില് റീജിയൺ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ റീജിയൺ എന്ന് പറയുന്ന ഈ ഓപ്ഷനെ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റീജിയൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടോപ്പിലായിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് വെക്കാം. അപ്പൊ കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് വലിച്ച് ഡ്രാഗ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെക്കാം. അപ്പൊ ഇവിടെ നമുക്ക് റീജിയൻ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതിനുശേഷം ഇതേ ഓപ്ഷനിൽ വന്ന് സ്ലൈസർ ടൂളിൽ തന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റീജിയൻ എന്ന് പറയുന്ന ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്ലൈസർ ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് ഇവിടെ വരും. നമ്മൾ അത് എടുത്തതിന് ശേഷം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് എടുത്തതിന് ശേഷം കോളം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇത് 1 എന്ന് മാറ്റിയിട്ട് 4 ആക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ എത്രയാണോ റീജിയൻ വരുന്നത് അത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ 1, 2, 3, 4 റീജിയൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 4 കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ 4 കോളം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ റീജിയൻ മുഴുവൻ ഇവിടെ നമുക്ക് കാണാം. ഇനി സെൻട്രൽ ആണ് നമുക്ക് കാണേണ്ടത്. സെൻട്രൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഡീറ്റെയിൽസ് മാത്രം സോർട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ ഈ സെൻട്രൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ഷോ ചെയ്ത് കാണിച്ചു തരും. അതുപോലെ ഈസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈസ്റ്റ് മാത്രം വരും, സൗത്ത്, വെസ്റ്റ്, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിലിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാം. ഇനി അതല്ല പഴയ പോലെ എല്ലാതും ഒപ്പം കാണണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലെ ആയിട്ട് ഒരു ഇൻഡു മാർക്ക് കാണാം. ഇവിടെ സ്ലൈസർ ടൂളിന്റെ ഒരു ഇൻഡു മാർക്ക് വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ബാക്കിയെല്ലാം ഒപ്പം ഷോ ചെയ്ത് കാണിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ലൈസർ ടൂള് എക്സലില് ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.